ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാവിലെ ആകുമ്പോൾ തന്നെ നമ്മുടെ അശ്വിൻ നല്ല ഉറക്കമാണ്, ശ്രുതിയും ബാൽക്കണി കിടന്ന് നല്ല ഉറക്കമാണ്. ആ സമയത്ത് രാവിലെ അഞ്ജലി വരുവാണ്. കുഞ്ഞ വാതിൽ തുറക്ക്, വാതിൽ തുറക്ക് കുഞ്ഞ എന്ന് വിളിക്കുകയാണ്. ആ സമയത്ത് അശ്വിൻ കേൾക്കുന്നില്ല. വീണ്ടും വീണ്ടും അഞ്ജലി വാതിൽ മുട്ടി വിളിക്കുക കേട്ടോ. കുഞ്ഞ, ശ്രുതി വാതിൽ തുറക്ക്, വാതിൽ തുറക്ക് എന്നിങ്ങനെ പറയുകയാണ്. അത് കേട്ട് അശ്വിൻ ചാടി എഴുന്നേക്കാണ്. അയ്യോ ചേച്ചി, ശ്രുതി എന്ന് പറഞ്ഞിട്ട് വേഗം ബാൽക്കണി പോയി നോക്കുമ്പോഴേക്കും ശ്രുതി അവിടെ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. ആ സമയത്ത് അശ്വിൻ വേഗം തന്നെ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ ശ്രുതി അതൊന്നും തന്നെ കേൾക്കുന്നില്ല. ശ്രുതി നല്ല ഉറക്കമാണ്. അങ്ങനെ ശ്രുതിനെ പതുക്കെ പുതപ്പിങ്ങനെ മാറ്റുമ്പോഴേക്കും കാലായിരിക്കും ശ്രുതിനെ കാണണം കേട്ടോ. കാലോ? അപ്പം തല അപ്പുറത്ത്. ശ്രുതി തല ഇങ്ങനെ പൊക്കിട്ട് ശ്രുതി ശ്രുതി എന്ന് വിളിക്കുമ്പോൾ ശ്രുതി നല്ല ഉറക്കമാണ്. അങ്ങനെ ശ്രുതിനെ പൊക്കിയെടുക്കാം, അതേ വഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ശ്രുതിനെ പൊക്കിയെടുക്കുകയാണ്. പൊക്കിയെടുത്തിട്ട് കട്ടിലേക്ക് കിടത്താൻ പോകുമ്പോഴേക്കും അഞ്ജലി വീണ്ടും വിളിക്കുകയാണ്. കുഞ്ഞാ, ശ്രുതി വാതിൽ തുറക്ക് എന്ന് വിളിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആ വിളി കേട്ട് പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ എഴുന്നേക്കുവാട്ടോ. അപ്പോഴേക്കും നോക്കുമ്പോഴേക്കും അശ്വിൻ്റെ കയ്യിലാണ് ശ്രുതി ഇരിക്കുന്നത്. അയ്യേ, എന്താ നിങ്ങൾ കാണിക്കണത് എന്ന് പറയാണ്. വീട് എന്നെ എന്ന് പറയുമ്പോൾ തന്നെ അശ്വിൻ പെട്ടെന്ന് കട്ടിലേക്ക് കിടത്താണ്. മിണ്ടരുത്, ചേച്ചി വിളിക്കുന്നുണ്ട്, മിണ്ടരുത്. ഞാൻ ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇവിടുത്തെ എല്ലാവർക്കും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ് കേട്ടല്ലോ എന്ന് പറയാണ്. അതിനുശേഷം രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിൻ പെട്ടെന്ന് ശ്രുതിനെ കട്ടിലേക്ക് കിടത്തുന്നുണ്ട്. കട്ടിലേക്ക് കിടത്തിട്ട് ഇങ്ങനെ പൊത്തിപ്പിടിക്കുക കേട്ടോ. മിണ്ടരുത് മിണ്ടരുത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ ചെയ്യണം കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ശ്രുതിയുടെ മുടി, അതായത് നേരെ ഇരിക്കുകയായിരിക്കും മുടി, അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുമ്പോഴേക്കും ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പിഷ് എന്ന് പറഞ്ഞ് ഇരിക്കില്ല, അതുപോലെ തന്നെ മുടിയൊക്കെ ഇങ്ങനെ പ്രാന്തിനെ പോലെ ഇങ്ങനെ കിടന്നുറങ്ങിയ പോലെ കാണിക്കുകയാണ്. എന്നിട്ട് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ അവിടുത്തെ സാധനങ്ങളൊക്കെ അടിച്ച് അപ്പുറത്ത് മാറ്റി ഇപ്പുറത്ത് മാറ്റിയൊക്കെ ഇങ്ങനെ ചെയ്യുക കേട്ടോ. പെട്ടെന്ന് അശ്രുതി എന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴേക്കും പുറത്ത് നിന്നിട്ട് അഞ്ജലിക്ക് ചിരി വരാട്ടോ. ആ ഒച്ച കേൾക്കുമ്പോഴേ പെട്ടെന്ന് അശ്വിൻ്റെ കയ്യിൽ ശ്രുതി ഇങ്ങനെ കടിക്കുന്നുണ്ട്. ആ സമയത്ത് അശ്വിന് ഒച്ച ഉണ്ടാക്കുമ്പോൾ അഞ്ജലിക്ക് അതൊക്കെ കേട്ട് ചിരി വരുവാണ്. കുഞ്ഞ, ശ്രുതി എന്ന് വീണ്ടും വിളിക്കുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ പെട്ടെന്ന് വാതിൽ തുറക്കാണ്. ശ്രുതി ഇന്നാ ഈ സാരി എടുത്തിട്ട് നിലത്തേക്ക് വരണം, പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകുവാണ്. അഞ്ജലി പോയി കഴിയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണത്? അറിയട്ടെ, എല്ലാവരും അറിയട്ടെ ഇവിടെ നടക്കണത് എന്താണെന്ന്. അതെ, ഇന്നലെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഒന്നും മറന്നു പോകരുത് എന്ന് പറയണം, അല്ലെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുക കേട്ടോ. ശേഷം കാണിക്കണം നമ്മുടെ പ്രീതിനെയാണ്. പ്രീതി അടുക്കളയിൽ കയറിയിട്ട് പാചകം ചെയ്യാൻ പോകുമ്പോഴേക്കും മനോരമ ഓടി വരുവാണ്. വെയിറ്റ്, നീ എന്ത് ചെയ്യാൻ പോവാ? അത് ഞാൻ കറി ഉണ്ടാക്കാനായിട്ട്. എന്ത്, ഈ എണ്ണ ഉപയോഗിച്ചിട്ട്? അതെ, ഇത് വെളിച്ചെണ്ണയല്ലേ? ഓ മൈ ഗോഡ്, നിനക്ക് ഇവിടുത്തെ രീതികളും ചിട്ടവട്ടങ്ങളൊന്നും അറിയില്ലല്ലോ. ഇവിടെ ആരും വെളിച്ചെണ്ണ യൂസ് ചെയ്യില്ല, മനസ്സിലായോ? പിന്നെന്താ യൂസ് ചെയ്യുന്നത് എന്ന് പ്രീതി ചോദിക്കുമ്പോഴേക്കും ഇവിടെ യൂസ് ചെയ്യണത് ഗീ ആണ് യൂസ് ചെയ്യണത്. ഓ, നെയ്യാണോ? അതെ, നിനക്കിതൊന്നും ഉപയോഗിച്ചിട്ട് ശീലമില്ലല്ലോ. ഇവിടെ എല്ലാവരും എണ്ണയ്ക്ക് പകരം നെയ്യ് എല്ലാത്തിനും ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ നല്ല നല്ല ഫുഡും കാര്യങ്ങളാണ് ഇവിടെ എല്ലാവരും കഴിക്കണത് കേട്ടല്ലോ. അതുകൊണ്ട് നെയ്യ് ഇട്ടിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാനായിട്ട് എന്ന് പറയാണ്. ആ സമയത്താണ് അഞ്ജലി ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. എൻ്റെ ബേബി, നീ എന്തിനാ ഇവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്? നോക്ക്, ഇവൾക്ക് ഈ ഇടക്കളയിൽ ഒരു അവകാശവും ഇല്ല. കുഞ്ഞൻ കെട്ടിക്കൊണ്ടുവന്നത് ശരി തന്നെയാണ്, പക്ഷെ ഇവിടെ ഒരു അവകാശവും ഇല്ല എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, അത് ആൻറ്റി എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ ഭാര്യയല്ലേ. നോക്ക് ബേബി, ആര് പറഞ്ഞു കുഞ്ഞിൻ്റെ ഭാര്യയാണെന്ന്? ഇവർ പറഞ്ഞ അറിവല്ലേ നമുക്കുള്ളൂ. കഴുത്തിലൊരു താലി കെട്ടിയ ഭാര്യയാവോ? ഇത് ഇവർ അശ്വിൻ തന്നെ കെട്ടിയെന്ന് ആർക്കറിയാം? ഒരു മാല ഇപ്പോൾ ആർക്കായാലും കടയിൽ മേടിക്കാൻ കിട്ടില്ലേ? അത് തൂക്കി കൊണ്ടുവന്നിട്ട് പറയാ ഭാര്യയാണെന്ന്. എന്താ നടന്നതെന്ന് ആർക്കും തന്നെ ഒന്നും അറിയില്ല. എന്തായാലും ഇവൾ ഈ അടുക്കള കയറ്റാൻ പറ്റില്ല ബേബി എന്ന് പറയണം. അത് കേട്ടുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഒരു ബഹളം എന്ന് ചോദിക്കുകയാണ്. മനോരമേ, നോക്ക്, എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ മരുമകൾ തന്നെയാണ്, പ്രീതിനെ പോലെ തന്നെയാണ്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞത് കൊണ്ടിട്ടാണല്ലോ ഇവിടുത്തെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആചാരങ്ങളും ചിട്ടങ്ങളും അതുപോലെ തന്നെ രീതികൾക്കൊക്കെ ചടങ്ങുകളും കാര്യങ്ങളും നടത്തിയത്. അതുകൊണ്ട് ഇവൾക്ക് ഇവിടെ അടുക്കളയിൽ കയറാനുള്ള എല്ലാ അവകാശവും ഉണ്ട് കേട്ടല്ലോ എന്ന്. എൻ്റെ മദറിലോ, നിങ്ങൾ എന്തൊക്കെയാണ് പറയണത് എന്ന് മനോരമ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ശ്രുതി, നിനക്ക് ഈ അടുക്കളയിലൊക്കെ കയറാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നിന്നെ ഇവിടുത്തെ മരുമകളായിട്ട് ഞങ്ങൾ അംഗീകരിച്ചെന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോവാണ്. ശേഷം നമ്മുടെ മനോരമയും അതുപോലെ തന്നെ പ്രീതി മാത്രമാണ് അടുക്കളയിലുള്ളത്. ശ്രുതി ഇങ്ങനെ പരസ്പരം മുഖത്തോട് നോക്കുമ്പോഴേക്കും മനോരമ പറയുന്നുണ്ട്, അതെ, നിനക്ക് പണിയൊന്നുമില്ലേ പ്രീതി? ഞാൻ പറഞ്ഞത് നിനക്കറിയില്ലേ, ഇവിടെ എല്ലാവരും കഴിക്കാൻ വന്നിരിക്കുന്ന സമയം പോയി കറികളൊക്കെ എടുത്തു വെക്കടി എന്ന് പറയാണ്. അങ്ങനെ പ്രീതി കറികളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും മനോരമ അവിടെ നിന്ന് പോകുക കേട്ടോ. പെട്ടെന്നാണ് പ്രീതിയുടെ ഫോണിലേക്ക് കോള് വരുന്നത്. ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ചേച്ചി അമ്മയാണ് വിളിക്കണത് എന്ന് പറഞ്ഞിട്ട് പ്രീതി ഫോൺ എടുക്കുകയാണ്. ഹലോ അമ്മ,
ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുകയായിരുന്നു. വിളിക്കാൻ നിൽക്കണമെന്നല്ലേ ഉള്ളൂ, നീ വിളിച്ചൊന്നും ഇല്ലല്ലോ. അമ്മേ, ഇവിടുത്തെ പണിത്തിരക്ക് കഴിയണ്ടേ? എങ്ങനെയുണ്ട് മോളെ നിനക്ക്? എനിക്കൊരു സമാധാനമില്ല. അവിടെ ആകാശിനും ബാക്കിയുള്ളവരും കൂടെ കുഴപ്പമുണ്ടാവില്ലെന്ന് എനിക്കറിയാം. മനോരമ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അമ്മേ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അതാ എൻ്റെ ഒരു സമാധാനം. എന്തൊക്കെ വന്നാലും ആകാശം നിന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. പിന്നെന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? കുഴപ്പമൊന്നുമില്ല അമ്മേ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും പ്രീതി പറഞ്ഞു, അമ്മ എനിക്കിവിടെ തിരക്കുണ്ട്, ഞാൻ പിന്നെ വിളിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ശ്രുതി പറയുന്നുണ്ട്, ചേച്ചി എനിക്കൊന്ന് ഫോൺ തരാമോ, ഞാനൊന്ന് അമ്മയോട് സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പ്രീതി എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുവാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി ഫോൺ മേടിക്കുക കേട്ടോ. ഹലോ അമ്മേ, മോളെ എന്ന് പറയുമ്പോഴേക്കും അമ്മേ ഞാനേ അമ്മേ ശ്രുതി എന്ന് പറയുമ്പോൾ തന്നെ അമ്മക്ക് പെട്ടെന്ന് സംസാരിക്കണമെന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്യുവാണ്. ശ്രുതി പെട്ടെന്ന് പൊട്ടിക്കരയാട്ടോ. പൊട്ടിക്കരയുമ്പോഴേക്കും പ്രീതി ഫോൺ മേടിച്ചിട്ട് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും നോക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കണം. അത് കാണുമ്പോൾ പ്രീതിയുടെ മനസ്സാകെ വിഷമിച്ച് പോവാട്ടോ. പ്രീതി പെട്ടെന്ന് ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നു. മോളെ സോറി മോളെ, എനിക്കല്ലാത്ത വല്ലാത്ത വിഷമം തോന്നി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് എന്നോട് പോലും പറഞ്ഞില്ലല്ലോ, അതിൻ്റെ ദേഷ്യം ഞാൻ കാണിച്ചത്. എന്താണ് ചേച്ചി എന്നോട് ഇത്ര നേരം സംസാരിക്കാതിരുന്നില്ല ചേച്ചി, സോറി മോളെ, നീ വിഷമിക്കേണ്ട കേട്ടോ, അമ്മയുടെ അച്ഛൻ്റെ വിഷമം ദേഷ്യമൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അവിടേക്ക് മനോരമ വരും കേട്ടോ. ആ സമയത്ത് അശ്വിൻ മുകളിൽ നിന്ന് നിലത്തേക്ക് വരുന്നുണ്ട്. സ്റ്റെപ്പിൽ നിന്നിട്ട് അശ്വിൻ ഇതെല്ലാം തന്നെ കാണും കേട്ടോ. മനോരമ പറയുന്നുണ്ട്, തുടങ്ങിയല്ലോ ചേച്ചിയുടെ അനിയത്തിയുടെ നാടകം. ടാപ്പ് തുറന്നു വെച്ച പോലെ തന്നെ പൈപ്പിൽ നിന്ന് വെള്ളം ഒഴുകണം പോലെ തന്നെ ഇവളുടെ കണ്ണിൽ നിന്ന് കുടുകൂടാന്ന് വെള്ളം ഒഴുകും, വേറെ ആർക്കും ഇല്ലാത്ത പോലെ. എടി പ്രീതി, നിന്നോട് പറഞ്ഞ പണിയൊന്നും നീ ചെയ്തില്ലേടി, എല്ലാവരും കഴിക്കാൻ വന്നിരിക്കുന്നു, ബാക്കി കറികളൊക്കെ എടുത്തോണ്ട് വാടി ഇങ്ങോട്ട് എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രീതി പേടിച്ച് അടുക്കളയിലേക്ക് പോവാട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് അശ്വിൻ തൊട്ട് മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. ശ്രുതിയുടെ അടുത്ത് മനോരമ പറയുന്നുണ്ട്, എടി നീ എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നേടി എന്ന് പറഞ്ഞിട്ട് മനോരമ ശ്രുതിനെ വിളിച്ചിട്ട് അപ്പുറത്തേക്ക് പോവാണ്. അത് കണ്ട് ദേഷ്യം വന്നിട്ട് അശ്വിൻ മുകളിലേക്കും പോകുന്നുണ്ട്. ശേഷം ശ്രുതിനെ മാറ്റി നിർത്തിയിട്ട് മനോരമ പറയുന്നുണ്ട്, അതെ നിൻ്റെ ചേച്ചി പ്രീതി ഇവിടുത്തെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ മരുമകളാണ്. എൻ്റെ ആകാശ് വിവാഹം ചെയ്തുകൊണ്ടെന്ന പെണ്ണ്, അതുകൊണ്ട് അവൾക്ക് ഇവിടുത്തെ പണിയെല്ലാം ചെയ്യാം. ഇവിടുത്തെ തുടയ്ക്കലും അടിക്കലും പാചകം ചെയ്യലൊക്കെ അവൾ ചെയ്തോളൂ, നീ അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. പിന്നെ ഒരു കാര്യം ശ്രുതി, ഞാനൊരു കാര്യം നിന്നോട് പ്രത്യേകിച്ച് പറയാടി കീറസാരിക്കാരി, നോക്ക്, ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്ന് നിൽക്കുമ്പോൾ കുന്തം വിഴുങ്ങിയ പോലെ അതിന് മുമ്പിലൊന്നും വന്ന് നിൽക്കരുത്, കേട്ടല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി എന്ന് കാണിക്കണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മരുമകളായിട്ട് നിന്നെ ആരും അംഗീകരിക്കാനും പോണില്ല. നിൻ്റെ ചേച്ചി എൻ്റെ ആകാശ് മോനെ കയ്യും കാലൊക്കെ കാണിച്ച് എങ്ങനെയോ കറക്കിയെടുത്തു. ഇവിടുത്തെ അശ്വിന് നീ എന്തൊക്കെയോ കയ്യും കാലം കാണിച്ച് കറക്കിയെടുത്തു. അതൊരു മുൻകോപി ആയതുകൊണ്ട് ആർക്കും പറയാൻ നിന്നെ കല്യാണവും കഴിച്ചു. ഇതാണ് ഇവിടെ നടന്നത്. എന്തായാലും നീ ഇവിടുത്തെ മരുമകളൊന്നല്ല, അതുകൊണ്ട് ഇവിടുത്തെ ഒരു അധികാരവും നിനക്കില്ല. നിൻ്റെ ചേച്ചിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ അടുക്കള ഭാഗത്തോ എല്ലാവരും കഴിക്കാൻ നിൽക്കുന്ന സമയത്തോ അവിടെ അരികത്തൊന്നും വന്ന് നിൽക്കരുത്, കേട്ടല്ലോ. നിൻ്റെ കണ്ണീർ ഒലിപ്പിച്ചുകൊണ്ട് അവിടെ എങ്ങനെ വന്ന് നിന്നാലുണ്ടല്ലോ നിൻ്റെ ഉണ്ടക്കണ്ണിനെ കുത്തി പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ പെറുപിറുത്തോണ്ട് അവിടെ നിന്ന് പോകുക കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ വല്ലാത്ത വിഷമമുണ്ട്. ശ്രുതി വീണ്ടും പൊട്ടിക്കരയാട്ടോ. ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഭാഗങ്ങളൊക്കെ ഓൾറെഡി കുറേ പ്രാവശ്യം നമുക്ക് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇനിയുള്ള ഭാഗങ്ങളൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ഭാഗങ്ങളാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ. എല്ലാവർക്കും ബൈ.